അപ്പോൾ നമ്മളുടെ ഓണം എന്ന ആഘോഷം, ഓണം മലയാളികളെ സംബന്ധിച്ച് മലയാളികളുടെ ദേശീയോത്സവമാണ്. ഓണത്തിൻ്റെ ഐതിഹ്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലെല്ലാം ഒരുമിച്ച് പോകുന്നതിൻ്റെ സന്ദേശമാണ് ഉള്ളത്. ഓണം സ്നേഹത്തിൻ്റെയും സമഭാവനയുടെയും സന്ദേശമാണ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ മലയാളികൾ ഒന്നായി ആഘോഷിക്കുന്ന ഓണത്തെക്കുറിച്ച് ഇന്ന് ഒരു അധ്യാപിക നടത്തിയ പരാമർശം വലിയ വിവാദമായിരിക്കുകയാണ്. അധ്യാപിക രക്ഷിതാക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കുവെച്ച സന്ദേശമാണ് വലിയ വിവാദം സൃഷ്ടിച്ചിരിക്കുന്നത്. അത് ഓണം ഒരു വിഭാഗത്തിന്റെ ആഘോഷമാണ് എന്നും അതിൽ പങ്കെടുക്കരുത് എന്ന ഒരു സന്ദേശമാണ് ഈ അധ്യാപിക മുന്നോട്ട് വെക്കാൻ ശ്രമിച്ചത്. മറ്റൊരു മതവിഭാഗത്തിന്റെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ വേഷവിധാനങ്ങളോ പിന്തുടരുന്നത് ശരിയല്ല എന്ന രീതിയിൽ ഒരു അധ്യാപികയുടെ ഭാഗത്തു നിന്ന് ഒരു സന്ദേശം ഒരു സ്കൂളിന്റെ രക്ഷിതാക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരുന്നു. അത് കേരളത്തിൽ സംഭവിക്കുന്നു എന്നത് തന്നെ നമുക്ക് അതിശയമാണ്. പക്ഷേ അങ്ങനെ സംഭവിച്ചിരിക്കുന്നു തൃശ്ശൂരിൽ. അത് വലിയ വിവാദമായി മാറുന്ന കാര്യമാണ് നമ്മൾ കണ്ടത്. അതിൽ പല നടപടികൾ ഉണ്ടാകുന്നു, അതിനെതിരെ പരാതി വരുന്നു. അങ്ങനെ നമ്മുടെ ആഘോഷത്തിൽ വിഷം കലർത്താൻ ഒരു ശ്രമം നടന്നതിന്റെ ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. തൃശ്ശൂർ പെരുമ്പിലാവ് കല്ലുപുറം സിറാജുൽ ഉലൂം സ്കൂളിലെ അധ്യാപിക ഖദീജയാണ് ഈ വിഷം ചീറ്റുന്ന സന്ദേശം രക്ഷിതാക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് പകർന്നത്. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഓണാഘോഷത്തിൽ പങ്കെടുക്കരുതെന്നാണ് രക്ഷിതാക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇവർ സന്ദേശമിട്ടത്. ഓണവും ബന്ധപ്പെട്ട ആചാരങ്ങളും ഹിന്ദുക്കളുടേതായതിനാൽ അതിനെ മുസ്ലിം വിഭാഗത്തിലുള്ളവർ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല എന്നതായിരുന്നു സന്ദേശം. മറ്റു മതസ്ഥരുടെ ആചാരങ്ങളോ വേഷവിധാനങ്ങളോ പാടില്ല എന്നൊരു നിർദ്ദേശവും ഈ അധ്യാപിക നൽകുന്നു. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന സന്ദേശം ഒന്ന് കേൾക്കാം. ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലേ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ ഒരു തരത്തിലും അതിനോട് പങ്കുകൊള്ളാൻ പാടില്ല. വേഷവിധാനത്തിലാണെങ്കിലും മറ്റു കാര്യത്തിൽ എല്ലാ തരത്തിലും ആചാരത്തോട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ കടപിടിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാതെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഈ സന്ദേശം വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നതോടുകൂടി തന്നെ അത് വലിയ വിവാദമായി മാറുന്നു. ഈ ആളുകളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നതാണ് അധ്യാപികയുടെ ഈ ഇടപെടൽ എന്ന പരാമർശങ്ങളും വിമർശനങ്ങളും ഇതിനെതിരെ ഉയരുന്നു. അങ്ങനെ ഇതിനെതിരെ ഡിവൈഎഫ്ഐയുടെ പ്രാദേശിക നേതൃത്വം ആദ്യം തന്നെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ രംഗത്ത് വരികയാണ്. ഡിവൈഎഫ്ഐ കടവല്ലൂർ വെസ്റ്റ് മേഖലാ സെക്രട്ടറി ഹസൻ ഇതിനെതിരെ പരാതി നൽകുന്നു പോലീസിൽ. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ അധ്യാപികയ്ക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. വകുപ്പ് BNS-ലെ ഈ വിദ്വേഷ പ്രചാരണം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അങ്ങനെ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. BNS 192 വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസ് അധ്യാപികയ്ക്കെതിരെ വന്നിരിക്കുന്നത്. സ്കൂളിന്റെ മാനേജ്മെന്റ് മാറിയതോടെ ഈ രീതിയിലുള്ള ഇടപെടലുകൾ സ്കൂളിന്റെ ഭാഗത്തു നിന്ന് സ്ഥിരം ഉണ്ടാകുന്നുണ്ട്. ഇത്തരത്തിൽ വിദ്വേഷ പ്രചരണത്തിനും വിഭജിക്കൽ ലക്ഷ്യം വെച്ചുകൊണ്ടുമുള്ള ചില ഇടപെടലുകൾ നടക്കുന്നതായി നേരത്തെ തന്നെ പരാതികൾ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് എന്ന ആരോപണം കൂടി ഡിവൈഎഫ്ഐ നേതാവായ ഹസൻ ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹമാണ് ഈ പരാതി നൽകിയത്. ആ സ്കൂള് ഇക്കൊല്ലം പുതിയ ഒരു മാനേജ്മെന്റ് ആണ് ഏറ്റെടുത്തിട്ടുള്ളത്. അവിടെ എന്താണ് അവർ കൊടുക്കുന്ന വിദ്യാഭ്യാസം എന്നുള്ളത് വ്യക്തമായിട്ട് എനിക്ക് അറിവില്ല. എന്നിരുന്നാലും പറയാണ്, ഇപ്പൊ കിട്ടിയ അറിവ് പ്രകാരം കുറച്ച് രക്ഷിതാക്കളെ എന്നെ വിളിച്ചിരുന്നു. ഈ സ്കൂൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഈ സ്കൂൾ ആരംഭിച്ച കാലഘട്ടം മുതൽ ഒരു മതപരമായിട്ടുള്ള ഒരു ആചാരം പോലെയാണ് ഇപ്പോ ആ സ്കൂളിലെ വിദ്യാഭ്യാസം പോകുന്നത് എന്നുള്ള ചെറിയൊരു അറിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഡിവൈഎഫ്ഐ ഈ വിഷയത്തിൽ ഇടപെടുകയും ഇത്രയും ഒരു തരത്തിലും പ്രോത്സാഹിപ്പിച്ചുകൂടാത്ത അങ്ങേയറ്റം വിദ്വേഷപരമായ ഒരു സമീപനം അധ്യാപികയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അതിനെതിരെ നിയമപരമായി തന്നെ നീങ്ങുകയും ചെയ്തത്. എന്നാൽ ഈ സ്കൂൾ മാനേജ്മെന്റിന് പറയാനുള്ള ന്യായം എന്താണ് എന്നതുകൂടി നമ്മൾ കേൾക്കണമല്ലോ. സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത് ഇത് ഈ അധ്യാപികയുടെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് എന്നതാണ്. മാനേജ്മെന്റിന് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നു. പക്ഷേ എത്രമാത്രം അത് വിശ്വസിക്കാമെന്നറിയില്ല. കാരണം ഒരു സ്കൂൾ മാനേജ്മെന്റിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു അധ്യാപിക ഇത്തരം ഒരു നിർദ്ദേശം സ്കൂൾ രക്ഷിതാക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുമോ?
അപ്പോൾ അതറിയില്ല. എന്തായാലും മാനേജ്മെന്റ് ഈ സംഭവം വിവാദമായതിനു ശേഷം നടത്തുന്ന പ്രതികരണം ഇതാണ്. ആ പ്രതികരണം കേൾക്കാം. അങ്ങനെ പൂർണ്ണമായിട്ട് നമ്മളൊരു അധികാരം ആർക്കും കൊടുത്ത ആ വോയിസ് വന്നപ്പോൾ തന്നെ നമ്മൾ ടീച്ചേഴ്സ് മീറ്റിംഗ് വിളിക്കും. എന്ത് നിരുത്തരവാദിത്വ നടപടിയാണെന്ന് മാനേജ്മെന്റ് അത് തീരുമാനിക്കും. അവർക്ക് വേണ്ട അവരോട് മാറി നിൽക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഓൾറെഡി. വോയിസ് കേട്ടാൽ മനസ്സിലാവും ഈ മാനേജ്മെന്റ് വർഷം ഓണം സെലിബ്രേഷൻ കുറച്ച് ഞങ്ങൾ ഈ വർഷം പുതിയ മാനേജ്മെന്റ് മാറിയതാണ്. അപ്പൊ സാമ്പത്തിക പ്രയാസം കാരണം മിനിമൽ സെലിബ്രേഷൻ ഓരോ കുട്ടികളിലേക്കൊന്നും ഒരു ചെറിയ ഫണ്ട് കളക്ട് ചെയ്ത് ഭക്ഷണം അതുപോലെ പൂക്കള മത്സരം ഇതൊക്കെ ആയിട്ട് ഒരു മിനിമൽ സെലിബ്രേഷൻ എന്നുള്ള രൂപത്തിലാണ് എന്നാണ് അത് പറയുന്നത്. മാനേജ്മെന്റ് തീരുമാനം അങ്ങനെയാണെന്നാണ് പറയുന്നത്. ഇതിന്റെ വ്യക്തിപരമാണെന്നുള്ളതും ലാസ്റ്റ് പറയുന്നുണ്ട്. വോയിസ് പൂർണ്ണമായിട്ട് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വ്യക്തിപരമാണ് എന്നൊരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് പിടിച്ചു നിൽക്കാനുള്ളൊരു നീക്കമാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്നാൽ വ്യാപക പ്രതിഷേധവുമാണ് ഈ അധ്യാപികയുടെ നടപടിയിൽ ഉണ്ടാകുന്നത്. CPM-ന്റെയും DYFIയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഈ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെ നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. വലിയ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നു. അടിയന്തര തീരുമാനം ഉണ്ടായില്ല എങ്കിൽ കൂടുതൽ സമരമാർഗവുമായി മുന്നോട്ട് പോകും എന്ന ഒരു കാര്യം കൂടി ഈ യുവജന സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നതിന്റെ സൂചനകൾ കൂടി വരുന്നു. ഇത് നമ്മൾ കാണുന്നത് ഈ സ്കൂളിലേക്ക് DYFIയുടെയും CPM-ന്റെയും നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ചാണ്. വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. നേരത്തെയും ഇത്തരം സംഭവങ്ങൾ സ്കൂളിന്റെ ഭാഗത്തു നിന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം കൂടി ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് അടിയന്തരമായ വിഷയത്തിൽ നടപടികൾ ഉണ്ടായില്ല എങ്കിൽ കൂടുതൽ സമരപരിപാടികളിലേക്ക് നീങ്ങും എന്നതുകൂടി യുവജന സംഘടനകൾ സൂചിപ്പിക്കുന്നത്. വർഗീയതയെ പറഞ്ഞു പഠിപ്പിച്ച് മുന്നേറുന്നൊരു സ്കൂള് നമ്മുടെ നാട്ടിലൊരു സ്കൂള് അക്ഷരനുണയം നാവുകളെ വിദ്യാഭ്യാസ വകുപ്പ് നടപടിയെടുക്കണം അധ്യാപികയ്ക്കെതിരെ എന്ന ഒരു കാര്യമാണ് ഈ പ്രതിഷേധക്കാർ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചത്. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിൽ അല്പം മുൻപ് പ്രതികരിച്ചിരുന്നു. ഇത്തരത്തിൽ വർഗീയ വിഷം ചീന്തുന്ന നടപടികൾ അനുവദിക്കില്ല എന്നതാണ് പറയുന്നത്. യാതൊരു തരത്തിലും വിഭജനത്തിനുള്ള ഇടമായി സ്കൂളുകൾ മാറ്റാൻ അനുവദിക്കില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. മാത്രവുമല്ല ഈ വിഷയത്തിൽ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തി എന്ന കാര്യമാണ് വിദ്യാഭ്യാസ മന്ത്രി സൂചിപ്പിക്കുന്നത്. ഓണാഘോഷങ്ങളിൽ നിന്ന് ഒരു വിഭാഗം കുട്ടികളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള അധ്യാപികയുടെ ശബ്ദ സന്ദേശം മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ജാതിയോ മതമോ നോക്കിയല്ല സ്കൂളിൽ പരിഗണിക്കപ്പെടുന്നത്. അവർ വിദ്യാഭ്യാസം നേടുന്നത് അറിവും വിജ്ഞാനവും വളർത്തി രാജ്യപുരോഗതിയുടെ ഭാഗമാകാനാണ്. എല്ലാ ആഘോഷങ്ങളും മനുഷ്യരുടെ സന്തോഷത്തിന്റെ ഭാഗമാണ്. ഓണമെന്നോ ക്രിസ്തുമസെന്നോ പെരുന്നാളെന്നോ ഉള്ള വ്യത്യാസങ്ങൾ കുട്ടികൾക്കില്ല. അവർക്കെല്ലാ ആഘോഷങ്ങളും സന്തോഷിക്കാനുള്ള അവസരങ്ങളാണ്. ദയവായി അധ്യാപകർ കുട്ടികളുടെ മനസ്സിൽ വേർതിരിവുകൾ ഉണ്ടാക്കാതെ അവർക്ക് അറിവ് പകർന്നു നൽകുവാൻ മാത്രം ശ്രദ്ധിക്കുക. ഈ സംഭവം സർക്കാർ ഗൗരവമായി കാണുകയാണ്. അന്വേഷണത്തിനായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടറോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രീ പ്രൈമറി വിഭാഗത്തിലെ 2 അധ്യാപകരെ സസ്പെൻഡ് ചെയ്തതായി സ്കൂൾ മാനേജ്മെന്റ് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറെ അറിയിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം മതങ്ങളെയും ജാതികളെയും ബഹുമാനിക്കാനും സ്നേഹിക്കുവാനും പഠിപ്പിക്കുന്ന ഇടങ്ങളായി മാറണം. കുട്ടികളുടെ ആവശ്യപ്രകാരം ഓണം, ക്രിസ്മസ്, പെരുന്നാൾ ആഘോഷങ്ങളിൽ വർണ്ണവസ്ത്രങ്ങൾ ധരിക്കുവാൻ അനുവാദം നൽകിയ സർക്കാരാണിത്. ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ ഒരു വിവേചനവും വിദ്യാലയങ്ങളിൽ അനുവദിക്കില്ലെന്ന് ഞാൻ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ ഒരു വിവേചനവും അനുവദിക്കില്ല എന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുന്നത്. അങ്ങനെ തന്നെയാണ് നമ്മുടെ വിദ്യാലയങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം എന്നതാണ് ഓരോ മലയാളികളും ആഗ്രഹിക്കുന്നത്. ഓണം എന്ന ആഘോഷത്തിന്റെ തന്നെ ലക്ഷ്യം, ഓരോ ആഘോഷങ്ങൾക്കും പിന്നിലുള്ള ലക്ഷ്യം എല്ലാവരും ഒരുമിക്കുക, ഒരുമിച്ചിരുന്ന് ആഘോഷിക്കുക, അങ്ങനെ സമഭാവനയുടെ സന്ദേശങ്ങളാണ് ഓരോ ആഘോഷങ്ങളും നൽകുന്നത്. അവിടെയാണ് ഇത്തരത്തിലൊരു വേർതിരിവിനുള്ള ശ്രമം നടക്കുന്നത്. മാത്രവുമല്ല നമുക്കറിയാം, അധ്യാപകർ എന്ന വിഭാഗം, അധ്യാപകർ
കുട്ടികളുടെയൊക്കെ ജീവിതത്തിലുള്ള റോൾ എത്രമാത്രം വലുതാണ് എന്നത്. മാതാപിതാ ഗുരു ദൈവം എന്നതാണ് നമ്മൾ കൊച്ചിലെ മുതൽ പറഞ്ഞ് കേൾക്കുന്ന ആപ്തവാക്യം തന്നെ. ഒരു ടീച്ചർ വിചാരിച്ചാൽ എല്ലാം മാറ്റിമറിക്കാൻ കഴിയും എന്നതാണ് സാഹചര്യം. ഒരു ടീച്ചർ ഒരു കുട്ടിയിൽ ഉണ്ടാക്കുന്ന ഒരു നന്മ എന്ന് പറയുന്നത് ഒരു കാലത്തും മാഞ്ഞു പോകില്ല. അത് അവരുടെ ജീവിത അവസാനം വരെ തുടരാൻ ഇട നൽകുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വിദ്യാർത്ഥിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ളവരാണ് അധ്യാപകർ. നമുക്കറിയാമില്ലേ, നമ്മൾ ഓരോ ടീച്ചേഴ്സിനെയും നമ്മളെ പഠിപ്പിച്ചവരെ അവർ പറഞ്ഞ നല്ല കാര്യങ്ങളെ നമ്മൾ മരിക്കും വരെ ഓർത്തിരിക്കും. ഒരുപക്ഷെ അവരുടെ സ്വഭാവവും ജീവിതവും ഒക്കെ രൂപപ്പെടുത്തുന്നതും അധ്യാപകരാണ്. അത്രയധികം റോൾ ചെയ്യാൻ കഴിയുന്ന അധ്യാപകരാണ് ഈ രീതിയിൽ വിഷം കുത്തിവെക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ചിലരെങ്കിലും അതിൽ നിന്ന് മാറി ചിന്തിക്കുന്നത്. അവിടെ ശക്തമായ ഇടപെടലുകളും നടപടികളും തിരുത്തുമാണ് ആവശ്യം. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി അക്കാര്യം തന്നെ സൂചിപ്പിക്കുന്നു. ആ നടപടി അനിവാര്യമാണ്. അത്തരം സ്കൂളുകൾക്കെതിരെ പോലും, അത്തരം ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കെതിരെ പോലും നടപടികൾ ഉണ്ടാകേണ്ടത് അനിവാര്യതയാണ്. ആ തിരുത്ത് വളരെ വേഗത്തിൽ തന്നെ വേണം. അത് എല്ലാവർക്കുമുള്ള ഒരു സന്ദേശവും ആകണം.